ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മേലുള്ള ടെറസിൽ മേലെ വെച്ചിട്ടുള്ള കൃഷിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കത്തിരിക്ക ചെടി, വഴുതനങ്ങ ചെടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രമ്മിൽ 2 ചെടി വെച്ചിരിക്കുകയാണ് ആദ്യം കേട്ടോ. അതിൻ്റെ കണ്ടില്ല നിറച്ച് കത്തിരിക്കപ്പോൾ വരണുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ദിവസവും എനിക്കൊരു 2, 3, 4 കത്തിരിക്ക അങ്ങനെ കിട്ടും. ഒരു പെരിക്കുള്ള കത്തിരിക്ക എങ്ങനെയും കിട്ടും. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അതിന് ഇടണ വളമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഞാൻ ഈ കോഴിയുടെ കാഷ്ടമാണ് ഞാൻ ഇതിനൊക്കെ ഇടുന്നത് കേട്ടോ വളമായിട്ട്. ഫസ്റ്റ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഡ്രമ്മിൽ നിറച്ചിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ കോഴിക്കാഷ്ടത്തിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇടുന്നുണ്ട് ഇരിക്കട്ടെ. നല്ല നിറച്ച് കത്തിരിക്ക വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ചെറിയൊരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് നിറയെ കത്തിരിക്ക ഉണ്ടാവുന്നുണ്ട്. എല്ലാം ബ്ലൂ കളർ കത്തിരിക്കയാണ് കേട്ടോ, വഴുതനങ്ങയാണ്. കണ്ടില്ലേ, നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ഇതൊക്കെ ധാരാളമാണ് കേട്ടോ. 4 വഴുതനങ്ങ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാമ്പാറിന്, ഒരു ഉപ്പേരിക്കൊക്കെ നിറയെ വഴുതനങ്ങ കിട്ടുക. ഇതൊരു വഴുതനങ്ങ ചെടിയാണ്, ഇതൊരു വഴുതനങ്ങ ചെടിയാണ്. ഇതിലുണ്ട്, ഇതിലൊക്കെ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒന്ന് നിൽക്കുന്നുണ്ട്, ഇതിലും ഉണ്ടോ ചെടി വഴുതന നിൽക്കുന്നുണ്ടല്ലോ. വഴുതന തന്നെ പോരെ നമുക്കൊരു ഉപ്പേരിക്കുള്ള, ഒരു ഫാമിലിക്ക് ഒരു ഉപ്പേരിക്കുള്ള ധാരാളമാണ് കേട്ടോ ഇതൊക്കെ. കണ്ടില്ലേ, ഇതിലൊക്കെ ഉണ്ടാവണേ ഉള്ളൂ. അതുകൊണ്ട് വെണ്ടയ്ക്കയുടെ ചെടി ഇപ്പോൾ പൂവിട്ടിട്ട് വരണേ ഉള്ളൂ. ചെറിയൊരു പാത്രമല്ല വെച്ചത്, പക്ഷെ ഇപ്പം ഉണ്ടാവണേ ഉള്ളൂ. അത് 2 വെണ്ടയ്ക്ക ചെടിയുണ്ട്. നല്ലൊരു ബക്കറ്റൊക്കെ കിട്ടിയിട്ട് നല്ല 2 ബക്കറ്റിൽ 2 വെണ്ടയ്ക്ക ചെടിയൊക്കെ വെച്ചാൽ മതി. വഴുതനങ്ങി 4 വഴുതനങ്ങി 2 വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പാറും ധാരാളമായിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലാകുമ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു കോഴികളെയൊക്കെ ചിത്രം ഞാൻ കാണിച്ചു തരുന്നു. കുട്ടികളാകുമ്പോൾ അവരൊക്കെ ഇപ്പം നല്ല അത്യാവശ്യമൊക്കെ വലുതായിട്ട് കണ്ടില്ലേ. ഫസ്റ്റ് 2 പേര് എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് ഇതിലകം കോഴികളാണ്. ഇവർ ദിവസം മുട്ടോട്ട് കിട്ടും. മുട്ട ഇടുന്നുണ്ട് ഇപ്പോൾ 2 പേരും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ രണ്ടാമത് ഞങ്ങൾ വാങ്ങിയതാണ്. ആ ഉള്ളിലിരിക്കുന്നുണ്ടല്ലേ, ഇവരൊക്കെ ഞങ്ങളിപ്പോൾ അതിൽ 2 സോണാലി, 2 ഗിരിരാജൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്ത് 2 വാങ്ങിയതാണ്. ഇത് കരിങ്കോഴിയാണ് കൊണ്ട് തന്നതാണ്. ഇതൊക്കെ എന്തൊക്കെ വലുതായാലേ അറിയുള്ളൂ എന്നത്. അത് അവർ 2 പേരും സോണാലിയാണ്, ഗിരിരാജനാണ് കൊണ്ട്. ഈ വെള്ളം മാത്രമാണ് ചേവൽ. പിന്നെ ഇത് ഈ കോഴിയുടെ ഒരു ചേവൽ മാത്രമേ ഉള്ളൂ, വേറെ ചേവലില്ല കേട്ടോ. വേറെ അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതാണ് നമ്മൾ വീട്ടിലുള്ള വേസ്റ്റാണ് ഈ കൊടുക്കുന്നത്. തക്കാളി, ഉള്ളി, ചോറ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അവർക്ക്. വേറെ ഒന്നും ഒരു പിന്നെ നിറയെ ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല നിറയെ കൊടുക്കും. അതൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് വേറെ ഫുഡുകൾ. മണ്ണിങ്ങനെ ടബിൽ നിറയെ നിറച്ച് വെച്ചിട്ടുണ്ട്, മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട്. ഇതെന്താ വെച്ചാൽ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് നിറയെ പുഴു വരും. അതൊക്കെ ചെനക്കി പെറുക്കി തിന്നോളൂ അവർ. അവർക്ക് അതന്നെ നല്ലൊരു ഫുഡാണ് കേട്ടോ. ഉണ്ടോ, ദിവസവും വൈകുന്നേരം മണ്ണിൽ ഇതേപോലെ ടബിൽ, പാൽ ടബിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ആയതാണ്. അതിൽ ദിവസവും ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വെറ്റിലയുടെ ഇലയൊക്കെ അവർ തിന്നോളൂ കിട്ടും, നിറയെ തിന്നും. അവർ ദിവസവും എനിക്കിങ്ങനെ 2, 3, 4 മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. 4 മുട്ട കിട്ടിയെന്നേക്ക്. അപ്പോൾ ഒന്ന് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മേലുള്ള ടെറസിൽ മേലെ വെച്ചിട്ടുള്ള കൃഷിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കത്തിരിക്ക ചെടി, വഴുതനങ്ങ ചെടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രമ്മിൽ 2 ചെടി വെച്ചിരിക്കുകയാണ് ആദ്യം കേട്ടോ. അതിൻ്റെ കണ്ടില്ല നിറച്ച് കത്തിരിക്കപ്പോൾ വരണുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ദിവസവും എനിക്കൊരു 2, 3, 4 കത്തിരിക്ക അങ്ങനെ കിട്ടും. ഒരു പെരിക്കുള്ള കത്തിരിക്ക എങ്ങനെയും കിട്ടും. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അതിന് ഇടണ വളമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഞാൻ ഈ കോഴിയുടെ കാഷ്ടമാണ് ഞാൻ ഇതിനൊക്കെ ഇടുന്നത് കേട്ടോ വളമായിട്ട്. ഫസ്റ്റ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഡ്രമ്മിൽ നിറച്ചിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ കോഴിക്കാഷ്ടത്തിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇടുന്നുണ്ട് ഇരിക്കട്ടെ. നല്ല നിറച്ച് കത്തിരിക്ക വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ചെറിയൊരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് നിറയെ കത്തിരിക്ക ഉണ്ടാവുന്നുണ്ട്. എല്ലാം ബ്ലൂ കളർ കത്തിരിക്കയാണ് കേട്ടോ, വഴുതനങ്ങയാണ്. കണ്ടില്ലേ, നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ഇതൊക്കെ ധാരാളമാണ് കേട്ടോ. 4 വഴുതനങ്ങ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാമ്പാറിന്, ഒരു ഉപ്പേരിക്കൊക്കെ നിറയെ വഴുതനങ്ങ കിട്ടുക. ഇതൊരു വഴുതനങ്ങ ചെടിയാണ്, ഇതൊരു വഴുതനങ്ങ ചെടിയാണല്ലോ. ഇതിലൊക്കെ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒന്ന് നിൽക്കുന്നുണ്ട്, ഇതിലും ഉണ്ടോ ചെടി വഴുതന നിൽക്കുന്നുണ്ടല്ലോ. വഴുതന തന്നെ പോരെ നമുക്കൊരു ഉപ്പേരിക്കുള്ള, ഒരു ഫാമിലിക്ക് ഒരു ഉപ്പേരിക്കുള്ള ധാരാളമാണ് കേട്ടോ ഇതൊക്കെ. കണ്ടില്ലേ, ഇതിലൊക്കെ ഉണ്ടാവണേ ഉള്ളൂ. അതുകൊണ്ട് വെണ്ടയ്ക്കയുടെ ചെടി ഇപ്പോൾ പൂവിട്ടിട്ട് വരണേ ഉള്ളൂ. ചെറിയൊരു പാത്രമല്ല വെച്ചത്, പക്ഷെ ഇപ്പം ഉണ്ടാവണേ ഉള്ളൂ. അത് 2 വെണ്ടയ്ക്ക ചെടിയുണ്ട്. നല്ലൊരു ബക്കറ്റൊക്കെ കിട്ടിയിട്ട് നല്ല 2 ബക്കറ്റിൽ 2 വെണ്ടയ്ക്ക ചെടിയൊക്കെ വെച്ചാൽ മതി. വഴുതനങ്ങി 4 വഴുതനങ്ങി 2 വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പാറും ധാരാളമായിട്ട്.
പിന്നെ കണ്ടു ഞങ്ങൾ വീട്ടിൽ ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു ഈ കോഴികളെയൊക്കെ ചിത്രം ഞാൻ കാണിച്ചായിരുന്നു കുട്ടികളാകുമ്പോൾ. അവരൊക്കെ ഇപ്പം നല്ല അത്യാവശ്യമൊക്കെ വലുതായിട്ട് കണ്ടില്ലേ. ഫസ്റ്റ് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് വെള്ള ഇതിലകം കോഴികളാണ്. ഇവർ ദിവസം മുട്ട കിട്ടും, മുട്ട ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ രണ്ടാമത് ഞങ്ങൾ വാങ്ങിയതാണ്. ആ ഉള്ളിലിരിക്കുന്നുണ്ടല്ലേ, അവരൊക്കെ ഞങ്ങളിപ്പോൾ രണ്ടാമത് അതിൽ 2 സോണാലി 2 ഗിരിരാജൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്ത് രണ്ടായിട്ട് വാങ്ങിയതാണ്. ഇത് കരിങ്കോഴിയാണ് കൊണ്ട് തന്നതാണ്. ഇതൊക്കെ എന്തൊക്കെ വലുതായാലേ അറിയുള്ളൂ എന്നത്. അത് അവർ രണ്ടുപേരും സോണാലിയാണ്, ഗിരിരാജനാണുണ്ട്. ഇത് ഈ വെള്ളം മാത്രമാണ് ചേവൽ. പിന്നെ ഇത് ഈ കോഴിയുടെ ഒരു ചേവൽ മാത്രമേ ഉള്ളൂ, വേറെ ചേവലില്ല കേട്ടോ. വേറെ അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതുണ്ട്, നമ്മൾ വീട്ടിലുള്ള വേസ്റ്റാണ് ഈ കൊടുക്കുന്നത്. തക്കാളി, ഉള്ളി, ചോറ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അവർക്ക്. വേറെ ഒന്നും ഒരു പിന്നെ നിറയെ ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല നിറയെ കൊടുക്കും. അതൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് വേറെ ഫുഡുകൾ. മണ്ണ് ഇങ്ങനെ ടബിൽ നിറയെ നിറച്ച് വെച്ചിട്ടുണ്ട്, മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട്. ഇതെന്താ വെച്ചാൽ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് നിറയെ പുഴു വരും. അതൊക്കെ ചെനക്കി പെറുക്കി തിന്നോളൂ അവർ. അവർക്ക് അതന്നെ നല്ലൊരു ഫുഡാണ് കേട്ടോ. അതോ ദിവസം വൈകുന്നേരം മണ്ണിൽ ഇതേപോലെ ടബിൽ പാൽ ടബിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ആയതാണ് അത്. അതിൽ ദിവസവും ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വെറ്റിലയുടെ ഇലയൊക്കെ അവർ തിന്നോളൂ കിട്ടും, നിറയെ തിന്നും. അവർ ദിവസവും എനിക്കിങ്ങനെ 2, 3, 4 മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. 4 മുട്ട കിട്ടിയെന്നേക്ക്. അപ്പോൾ ഒന്ന് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മേലുള്ള ടെറസിൽ മേലെ വെച്ചിട്ടുള്ള കൃഷി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കത്രിക ചെടി, വഴുതനങ്ങ ചെടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഞാൻ ഡ്രമ്മിൽ 2 ചെടി വെച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. അതിൽ കണ്ടില്ല നിറച്ച് കത്രിക്കപ്പോൾ വരണുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ദിവസവും എനിക്കൊരു 2, 3, 4 കത്രിക അങ്ങനെ കിട്ടും. ഒരു ഉപ്പേരിക്കുള്ള കത്രിക എങ്ങനെയും കിട്ടും. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അതിന് ഇടണ വളമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഞാൻ ഈ കോഴിയുടെ കാഷ്ടമാണ് ഞാൻ ഇതിനൊക്കെ ഇടുന്നത് കേട്ടോ വളമായിട്ട്. ഫസ്റ്റ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഡ്രമ്മിൽ നിറച്ചിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ കോഴിക്കാഷ്ടത്തിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇടുന്നുണ്ട് കിട്ടും. നല്ല നിറച്ച് കത്രിക്ക വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ചെറിയൊരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് നിറയെ കത്രിക്ക ഉണ്ടാവുന്നുണ്ട്. എല്ലാം ബ്ലൂ കളർ കത്രിക്കയാണ് കേട്ടോ, വഴുതനങ്ങയാണ്. കണ്ടില്ലേ, നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ഇതൊക്കെ ധാരാളമാണ് കേട്ടോ. 4 വഴുതനങ്ങ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാമ്പാറിന്, ഒരു ഉപ്പേരിക്കൊക്കെ നിറയെ വഴുതനങ്ങ കിട്ടുക. ഇതൊരു വഴുതനങ്ങ ചെടിയാണ്, ഇതൊരു വഴുതനങ്ങ ചെടിയാണ്. ഇതിലൊക്കെ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഇതിലുണ്ടോ ചെറിയ വഴുതന നിൽക്കുന്നുണ്ടല്ലോ. വഴുതന തന്നെ പോരെ നമുക്കൊരു ഉപ്പേരിക്കുള്ള, ഒരു ഫാമിലിക്ക് ഒരു ഉപ്പേരിക്കുള്ള ധാരാളമാണ് ഇപ്പോഴത്തെ. കണ്ടില്ലേ, ഇതിലൊക്കെ ഉണ്ടാവണേ ഉള്ളൂ. കണ്ടോ, ഈ വെണ്ടയ്ക്കയുടെ ചെടി നമുക്ക് പൂവിട്ടിട്ട് വരണേ ഉള്ളൂ. ചെറിയൊരു പാത്രമല്ല വെച്ചത്, പക്ഷെ ഇപ്പം ഉണ്ടാവണേ ഉള്ളൂ. അത് 2 വെണ്ടയ്ക്ക ചെടിയുണ്ട്. നല്ലൊരു ബക്കറ്റൊക്കെ കിട്ടിയിട്ട് നല്ല 2 ബക്കറ്റിൽ 2 വെണ്ടയ്ക്ക ചെടിയൊക്കെ വെച്ചാൽ മതി. വഴുതനങ്ങി 4 വഴുതനങ്ങി 2 വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പാറും ധാരാളമായിട്ട്. പിന്നെ കണ്ടു ഞങ്ങൾ വീട്ടിൽ ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു ഈ കോഴികളെയൊക്കെ ചിത്രം ഞാൻ കാണിച്ചായിരുന്നു കുട്ടികളാകുമ്പോൾ. അവരൊക്കെ ഇപ്പം നല്ല അത്യാവശ്യമൊക്കെ വലുതായിട്ട് കണ്ടില്ലേ. ഫസ്റ്റ് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് ഇതിലകം കോഴികളാണ്. ഇവർ ദിവസം മുട്ട കിട്ടും, മുട്ട ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ രണ്ടാമത് ഞങ്ങൾ വാങ്ങിയതാണ്. ആ ഉള്ളിലിരിക്കുന്നുണ്ടല്ലേ, അവരൊക്കെ ഞങ്ങളിപ്പോൾ രണ്ടാമത് അതിൽ 2 സോണാലി 2 ഗിരിരാജൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്ത് രണ്ടായിട്ട് വാങ്ങിയതാണ്. ഇത് കരിങ്കോഴിയാണ് കൊണ്ട് തന്നതാണ്. ഇതൊക്കെ എന്തൊക്കെ വലുതായാലേ അറിയുള്ളൂ എന്നത്. അത് അവർ രണ്ടുപേരും സോണാലിയാണ്, ഗിരിരാജനാണുണ്ട്. ഇത് ഈ വെള്ളം മാത്രമാണ് ചേവൽ. പിന്നെ ഇത് ഈ കോഴിയുടെ ഒരു ചേവൽ മാത്രമേ ഉള്ളൂ, വേറെ ചേവലില്ല കേട്ടോ. വേറെ അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതുണ്ട്, നമ്മൾ വീട്ടിലുള്ള വേസ്റ്റാണ് ഈ കൊടുക്കുന്നത്. തക്കാളി, ഉള്ളി, ചോറ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അവർക്ക്. വേറെ ഒന്നും ഒരു പിന്നെ നിറയെ ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല നിറയെ കൊടുക്കും. അതൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് വേറെ ഫുഡുകൾ. മണ്ണ് ഇങ്ങനെ ടബിൽ നിറയെ നിറച്ച് വെച്ചിട്ടുണ്ട്, മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട്. ഇതെന്താ വെച്ചാൽ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് നിറയെ പുഴു വരും. അതൊക്കെ ചെനക്കി പെറുക്കി തിന്നോളൂ അവർ. അവർക്ക് അതന്നെ നല്ലൊരു ഫുഡാണ് കേട്ടോ. അതോ ദിവസം വൈകുന്നേരം മണ്ണിൽ ഇതേപോലെ ടബിൽ പാൽ ടബിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ആയതാണ് അത്. അതിൽ ദിവസവും ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വെറ്റിലയുടെ ഇലയൊക്കെ അവർ തിന്നോളൂ കിട്ടും, നിറയെ തിന്നും. അവർ ദിവസവും എനിക്കിങ്ങനെ 2, 3, 4 മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. 4 മുട്ട കിട്ടിയെന്നേക്ക്. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.